ആകാശവാണി നിയമസഭയിൽ ഇന്ന് അവസാന ദിനവും പ്രക്ഷുബ്ധം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിന് വിരാമം. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം, തിരുവനന്തപുരം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് അവസാനിച്ചു. സഭാസമ്മേളനം മാർച്ച് 26 വരെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും സഭാദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഇന്ന് ബജറ്റിന്റെ ധനാഭ്യർത്ഥനയിന്മേലുള്ള വോട്ടെടുപ്പ് പൂർത്തിയാക്കി ബില്ലുകളും പാസാക്കിക്കൊണ്ടാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ഇന്നലത്തെ പോലെ തന്നെ രാവിലെ ചോദ്യോത്തരവേള മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നടത്തിവരുന്ന നിസ്സഹകരണം തുടരുമെന്ന് ചോദ്യോത്തരവേളയിൽ സംസാരിച്ചു തുടങ്ങിയ കോൺഗ്രസിലെ കെ ബാബു പറഞ്ഞു. തന്ത്രിയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് തെളിവില്ലാതെ ഒരാളെ ജയിലിലടയ്ക്കുന്നത് നിയമവിരുദ്ധമായതിനാലാണ്. തന്ത്രിയെ 40 ദിവസം ജയിലിലിട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? വിശ്വാസികളോട് സർക്കാർ ഉത്തരം പറയണം. സർക്കാർ വീഴ്ച കൊണ്ട് മാത്രമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾ പുറത്തിറങ്ങുന്നത്. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ഇറങ്ങിവരുന്നത് പോലെയാണ് സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായിട്ട് പുറത്തിറങ്ങിവരുന്നത്. യുവതീ പ്രവേശനത്തിന് കൂട്ടുനിൽക്കാത്തതിന്റെ പ്രതികാരമാണ് തന്ത്രിയോട് തീർത്തത്. സഭ പിരിയാൻ പോകുന്ന അവസരത്തിലാണെങ്കിലും ദേവസ്വം മന്ത്രി രാജിവെച്ചാൽ പ്രശ്നം തീരുമെന്നും സഭ സുഗമമായി അവസാനിപ്പിച്ചു പോകാമെന്നും കെ ബാബു പറഞ്ഞു. ഇതോടെ അമ്പലക്കള്ളന്മാർക്ക് കേരളം മാപ്പ് തരില്ല എന്നെഴുതിയ ബാനറും പ്ലക്കാർഡുമായി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. മന്ത്രിസഭയിൽ അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത്. 5 വർഷമായിട്ടും സർക്കാരിലെ ആർക്കെങ്കിലുമെതിരെ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നും ആരോപണത്തിന്റെ കണിക പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടാണ് സർക്കാർ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ 1 രൂപയെങ്കിലും നൽകിയോ എന്ന് രാജീവ് ചോദിച്ചു. തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് സർക്കാരിന് അഭിപ്രായമില്ല. അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചിനേക്കാൾ മുകളിലാണോ വിജിലൻസ് കോടതിയെന്നും രാജീവ് ചോദിച്ചു. ഇവർ വികസനത്തിന് എതിര് നിൽക്കുകയാണ്. നശീകരണാത്മക പ്രതിപക്ഷമാണ്. എന്തിനേയും എതിർക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരാകാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തിദോഷം കൊണ്ടാണെന്നും പി രാജീവ് വിമർശിച്ചു. ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സമാശ്വാസം എന്ന നിലയിൽ 2 ദിവസം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ കെ ബാബുവിന് അവസരം നൽകിയതെന്ന് മന്ത്രി എം പി രാജേഷും പറഞ്ഞു. സർക്കാരിനെതിരെ കാതലായ ഒരു പ്രശ്നവും ഉയർത്താൻ കഴിയുന്നില്ല. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് പ്രതിപക്ഷവും കെ ബാബുവും ചിന്തിക്കുന്നതെന്നും ചരിത്രത്തിൽ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാനാകാതെ തലകുനിച്ചിറങ്ങുകയാണ് പ്രതിപക്ഷമെന്നും മന്ത്രി പരിഹസിച്ചു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമലയിലെ സ്വർണം കട്ട കാട്ടുകള്ളന്മാർ എങ്ങനെ എത്തി എന്നതിന് വിശദീകരണം നൽകണമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ഹൈക്കോടതിയാണ് അന്വേഷണ സംഘത്തെ നിയമിച്ചത്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്ന് പറയുന്നതെന്ന് ശിവൻകുട്ടി ചോദിച്ചു. പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷ നടപടിയെ തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദു ചെയ്തു. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമായി ആദ്യം സ്പീക്കറുടെ ഡയസിനടുത്തേക്കെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ പിന്നാലെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അവസാനിക്കുന്നതുവരെ ഇത് തുടർന്നു. ഇതിനിടെ പലവട്ടം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സഭയുടെ സീറ്റിൽ നിന്ന് ഇറങ്ങി നടുത്തളത്തിലിരിക്കുന്ന പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിയമസഭയുടെ പുറത്താകും. ജനം അവരെ പുറത്താക്കും. ശ്രീധരൻപിള്ളയും തന്ത്രിയും UDFും സംസാരിക്കുന്നത് ഒരു കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നീണ്ടുപോയാൽ ഡൽഹിയിലേക്ക് വരെ നീളും. കയ്യിൽ ചരട് കെട്ടിയതിലേക്ക് വരെ അന്വേഷണം വരുമെന്നും മന്ത്രി പറഞ്ഞു. സഭയെ നേരിടാനുള്ള ഭയം കാരണം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയിരിക്കുകയാണെന്ന് കെ ശൈലജ പരിഹസിച്ചു. ഇന്ന് ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ടാണ് സഭാ നടപടികൾ സ്പീക്കർ തുടങ്ങിയത്. റവന്യൂ, GST, മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗതം, വന്യജീവി, ജൽജീവൻ മിഷൻ, തദ്ദേശം ഉൾപ്പെടെയുള്ള CAG റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി മേശപ്പുറത്തുവച്ചു. കൂടാതെ 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബിൽ, 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ,
2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ, അബ്കാരി ഭേദഗതി ബിൽ എന്നിവയും സഭ പാസാക്കി. തുടർന്ന് 20 മിനിറ്റോളം മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചു. തുടർച്ചയായി 2 നിയമസഭയിൽ മുഖ്യമന്ത്രിയാകാനും അവസാന സമ്മേളനത്തിൽ ഭരണപക്ഷ നേതാവായി മറുപടി പ്രസംഗം നടത്താനും അവസരം ലഭിച്ച ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിനു വേണ്ടി ഒരു നന്മയും ചെയ്യാൻ കൂട്ടുനിൽക്കാതെ ഈ പ്രതിപക്ഷം കേരളം കണ്ട ഏറ്റവും മോശം ഒന്നാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കേന്ദ്രം പല വിധത്തിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടും കേരളം നിരവധി രംഗങ്ങളിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ അവയിലൊന്നും പ്രതിപക്ഷം സഹകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപന ചർച്ചയിലും ബജറ്റ് ചർച്ചയിലും വിട്ടുനിന്ന പ്രതിപക്ഷം ചർച്ചകളെ ഭയപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാടിന്റെ വികസനത്തിനെതിരായ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. LDF സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ NH പാത, മലയോര തീരദേശ ഹൈവേകൾ, ഗെയിൽ പൈപ്പ് ലൈൻ, ജലപാത തുടങ്ങിയവ യാഥാർത്ഥ്യമാകുമായിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കൂടാതെ നയപ്രഖ്യാപനം ഗവർണർ തിരുത്തി വായിച്ചത് സഭാരേഖകളിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച് ഗവർണറുടെ കത്തുകളും സഭ പരിഗണനയ്ക്കെടുത്തു. മന്ത്രിസഭ തയ്യാറാക്കി നൽകുന്ന പ്രസംഗം അതേപടി വായിക്കുക എന്നതാണ് കീഴ്വഴക്കമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തന്റെ നയപ്രഖ്യാപന പ്രസംഗം അതേ രൂപത്തിൽ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ സഭയ്ക്ക് നൽകിയ കത്ത് പരിഗണിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സ്പീക്കർ അംഗീകരിച്ചു. തുടർന്നാണ് സഭാസമ്മേളനം അവസാനിച്ചതായി സ്പീക്കർ പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് 2021 മെയ് 3 രൂപീകൃതമായ 15ാം കേരള നിയമസഭയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്പീക്കർ വിവരണം നടത്തി. 16 സമ്മേളനങ്ങളിലായി ആകെ 204 ദിനങ്ങൾ സഭ സമ്മേളിച്ചുവെന്നും ആകെ 195 ഗവൺമെന്റ് ബില്ലുകളിൽ 168 ബില്ലുകൾ പാസാക്കാനും മറ്റുള്ളവ നിയമപരമായി ഒഴിവാക്കാനും സാധിച്ചുവെന്ന അപൂർവ നേട്ടം ഉണ്ടായി എന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. റൂൾ 50 പ്രകാരം സഭ നിർത്തിവെക്കണമെന്ന 18 ഉപക്ഷേപങ്ങൾ ചർച്ചയ്ക്കെടുത്തു. 15ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 140 അംഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PT തോമസ്, വാഴൂർ സോമൻ, കാനത്തിൽ ജമീല എന്നിവർ അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിയായിരുന്ന ശ്രീ K രാധാകൃഷ്ണനും അംഗമായിരുന്ന ഷാഫി പറമ്പിലും മറ്റൊരു പാർട്ടിയിൽ അംഗത്വമെടുത്ത PV അൻവറും തങ്ങളുടെ നിയമസഭാംഗത്വം രാജിവെക്കുകയുണ്ടായി. കോടതി വിധിയെ തുടർന്ന് ഈ സഭയിൽ അംഗമായിരുന്ന ആന്റണി രാജു ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുകയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ 5 പേർ ഇക്കാലയളവിൽ സഭയിലേക്ക് കടന്നുവന്നു. സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ പീരുമേട്, കൊയിലാണ്ടി, തിരുവനന്തപുരം എന്നീ 3 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ 1 മുതൽ 16 വരെയുള്ള സമ്മേളനങ്ങളിൽ 204 ദിവസങ്ങളിലായി 1192 മണിക്കൂർ 23 മിനിറ്റാണ് സഭ ആകെ സമ്മേളിച്ചത്. ചില ദിവസങ്ങളിൽ സഭ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു ദിവസം ശരാശരി 6 മണിക്കൂറോളം സഭ ചേരാൻ കഴിഞ്ഞു. നിയമനിർമ്മാണത്തിനായി 270 മണിക്കൂർ 39 മിനിറ്റും ധനകാര്യത്തിനായി 279 മണിക്കൂർ 55 മിനിറ്റും ഇക്കാലയളവിൽ വിനിയോഗിക്കുകയുണ്ടായി. നയപ്രഖ്യാപനത്തിനും നന്ദിപ്രമേയ ചർച്ചയ്ക്കുമായി 64 മണിക്കൂർ 58 മിനിറ്റും ചോദ്യോത്തരവേളയ്ക്കായി 162 മണിക്കൂർ 36 മിനിറ്റും ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിനായി 53 മണിക്കൂർ 23 മിനിറ്റും സബ്മിഷനായി 117 മണിക്കൂർ 18 മിനിറ്റും സമയം ചിലവഴിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണെന്നും സ്പീക്കർ പറഞ്ഞു. എന്നാൽ അനൌദ്യോഗികാംഗങ്ങളുടെ കാര്യങ്ങൾക്കായി ഈ സഭയുടെ കാലത്ത് 12 വെള്ളിയാഴ്ചകളിലായി 14 മണിക്കൂർ 11 മിനിറ്റ് മാത്രമേ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ എന്ന വിഷമവും പ്രകടിപ്പിച്ചു. 2024 ജനുവരി 25 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ഡിക മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചതോടെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമായി അത് മാറി. ആകെ 67,832 ചോദ്യങ്ങൾ അച്ചടിക്കുകയുണ്ടായി. അതോടൊപ്പം 4 അടിയന്തര ചോദ്യങ്ങളും അനുവദിച്ചു. 313 ശ്രദ്ധ ക്ഷണിക്കലും 1824 സബ്മിഷനുകളും പരിഗണിച്ചു. 29 ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ 168 ബില്ലുകൾ പാസാക്കി. അനൌദ്യോഗിക ബില്ലുകളിൽ 109 എണ്ണത്തിന് സഭയിൽ അവതരണാനുമതി ആവശ്യപ്പെടുന്നതിന് സൌകര്യം ലഭിച്ചു. 2023, 2025, 2026 എന്നീ വർഷങ്ങളിലായി 3 തവണ സമ്പൂർണ്ണ ബജറ്റ് പാസാക്കിയെന്നും സ്പീക്കർ പറഞ്ഞു. അതിനുശേഷമാണ് ദേശീയഗാനം പാടിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം, തിരുവനന്തപുരം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.